ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ് ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവമാണ് തൻ്റെ വചനം നമുക്ക് നൽകി നമ്മളെ പ്രാപ്തരാക്കുകയും ബലപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആ യാത്രയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് സഹായത്തിനായി ശക്തിയായി നമുക്ക് നൽകപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവായ ദൈവമേ, അളവ് കൂടാതെ എൻ്റെ മേൽ പകരുന്ന അങ്ങയുടെ ദിവ്യശക്തി കൊണ്ട് എന്നിൽ നിറയ്ക്കണമേ. എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ ആത്മാവിൻ്റെ മേൽ അങ്ങയുടെ ദിവ്യമായ ശക്തി നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സേവിക്കുന്നു, ഞാൻ അങ്ങയെ അനുസരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്താണ് ഈ കാലത്തെ വിവേചിച്ചറിയാത്തത്? ഈ കാലത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്തെ നമ്മൾ എല്ലാ ദിനവും വിവേചിച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഈശോയുടെ ആഗമനമായോ, എൻ്റെ യേശു വരാനായോ, കാഹളധ്വനി മുഴങ്ങാറായോ? ഹല്ലേലൂയ. നേരത്തെ ഇവിടെ പാട്ട് പാടുന്ന പ്രിയപ്പെട്ടവര് പാടുന്നത് കേട്ടു. ഇതാ നമ്മളെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതയുടെ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ആയിട്ട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഈ ലോക ജീവിതമല്ല, നമ്മുടെ പ്രത്യാശ നിത്യതയത്രേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഇവിടെയല്ല, നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലല്ല പ്രത്യാശ വെക്കുന്നത്, നിത്യതയിലാണ് പ്രത്യാശ വെക്കുന്നത്. നമുക്ക് നിത്യമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ ആർക്കും ദൈവരാജ്യത്തിൽ കുറെ പുണ്യങ്ങൾ ചെയ്തതുകൊണ്ടോ കടക്കാൻ കഴിയില്ല, കുറെ നന്മകൾ ചെയ്തതുകൊണ്ട് കടക്കാൻ കഴിയില്ല. ഈ വിധത്തിൽ എന്തൊക്കെ ചെയ്താലും പരിശുദ്ധാത്മാവെന്ന സഹായകൻ എൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നിത്യതയിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതാണ് എഫെസോസ് 4:30 പറയുന്നത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളിൽ മുദ്രിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിത്യതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. നിങ്ങൾ ആരെങ്കിലും ഇവിടത്തേക്ക് മാത്രമായി യേശുവിനെ വിളിക്കുന്നുവെങ്കിൽ അയ്യോ, അതാണ് 1 കൊരിന്ത്യർ 15:19 അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് യേശുവിൽ പ്രത്യാശ വെച്ചിട്ടു ഉള്ളൂ എങ്കിൽ അയ്യോ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിട്ട് പറ, നമുക്കൊരു നിത്യതയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 33 തിരുവചനം സഹോദരി ഒന്ന് വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 33 തിരുവചനം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച്. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ, അതുപോലെ ഏതുപോലെ? പലതും കാണുമ്പോൾ
പലതും കാണുമ്പോൾ ദൈവമക്കൾക്ക് ശ്രദ്ധയുണ്ടാകണം. അതാണ് ശ്രദ്ധ വെച്ച് കേൾക്കുക എന്ന് തിരുവചനം പറയുന്നത്. നമുക്ക് സുബോധമുള്ളവരായിരിക്കണം, നിദ്ര വിട്ടുണരേണ്ടവരായിരിക്കണം. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിരുന്ന് കുലുക്കി പറ, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. പറഞ്ഞേ ഹല്ലേലൂയ. 3 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മയുടെ ആ പുണ്യദിനത്തിൽ, നമ്മളെ കർമ്മലയ മാതാവിൻ്റെ ആ ദിവസത്തിൽ ഞങ്ങളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെട്ടു. അമ്മ ഒരു മകളോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ ഭയങ്കര സ്വർഗീയ സുഗന്ധം വെളിപ്പെടാൻ തുടങ്ങി. അമ്മ മാതാവ് പറഞ്ഞത്, ഈ ഭൂമിയിൽ ഇതാ മക്കളെ, ഞങ്ങളെ വിളിച്ച് ഇങ്ങനെയാണ്, ഈശോയുടെ തീഷ്ണവാന്മാരെ. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ ഭൂമിക്ക് മേൽ സംഭവിക്കാൻ പോവുകയാണ്. അതിലൊന്ന് സംഭവിക്കും ഉടനടി. ഇതാ ഇത് സംഭവിക്കുമ്പോൾ അമ്മ മാതാവ് പറഞ്ഞെങ്ങനെയാണ്, ഇതാ ഇത് സംഭവിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ വരവിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ അവർക്ക് ഇത് ആനന്ദമാണ്, തീഷ്ണതയാണ്, ഉണർവാണ്. എന്നാൽ അമ്മ മാതാവ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, എന്നാൽ ദുഷ്ടർ അങ്ങനെ പറഞ്ഞു, ദുഷ്ടർ അവർക്കിത് മരണഭയമായിരിക്കും, ഭീതികരമായിരിക്കും, ഭയാനകമായിരിക്കും, ഭയമുളവാക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വേണമെങ്കിൽ ഇത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. വിശ്വസിച്ചാലും ഇല്ലേലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ കാലത്തും. ഹല്ലേലൂയ. യേശുവിനെ കൊന്നതോടുകൂടി, യേശുവിനെ ഈ ഭൂമിയിൽ നിന്ന് നീക്കിയതോടുകൂടി എല്ലാം അസ്തമിച്ചു എന്നവർ വിചാരിച്ചു. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു ഈ കാലം വരെയും. ഇന്നോളം, ഇന്നലെയും വടക്കേ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ദൈവമക്കളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രസ്ഥാനം, ഈ പരിശുദ്ധ സഭ ഇത് വളർന്ന് പന്തലിക്കല്ലാതെ ഇത് ചുരുങ്ങിപ്പോവുകയില്ല. കാരണം ഇത് നട്ടത് ദൈവമാണ്, ഇത് നനച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമാണ്, ഇത് കരുതുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഓരോ കാലഘട്ടത്തിലും അതാത് പിതാക്കന്മാരെ ദൈവം സഭയ്ക്ക് നേതൃത്വത്തിനായി അതാത് വൈദികരെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് ദൈവത്തിന്റെ സഭയാ. ഒന്ന് പ്രതികരിച്ചേ ഹല്ലേലൂയ. നിത്യതയ്ക്കുള്ളവരൊന്ന് ദാഹത്തോടെ പ്രതികരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-28 തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ വീണ്ടും വരും. യേശു വീണ്ടും വരും. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ എത്ര പേര് വിചാരിക്കുന്നു യേശു വീണ്ടും വരുമെന്ന്? എത്ര പേർക്ക് വിചാരമുണ്ട്? അങ്ങനെയുള്ളവർക്ക് പാപ സാഹചര്യത്തിൽ ഓടി മാറാൻ, തെന്നി മാറാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ പറയുന്നത് എങ്ങനെയാണ്? അവൻ വീണ്ടും വരും. മുമ്പൊരിക്കൽ വന്നു. 2000 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ യേശു, നമ്മുടെ യേശു ഈ ഭൂപരപ്പിലേക്ക് ഇറങ്ങി വന്നു. എന്റെ മൂത്ത മകൻ ഒരിക്കൽ ചോദിച്ചു, അച്ചാച്ചാ യേശു വരുവോ? വരും. 1700 ചില്ലറ വർഷം മുമ്പ് പ്രവാചകൻ യേശയ്യാ പറഞ്ഞില്ലേ, യേശു വരും, ദാവീദിന്റെ കുറ്റിയിൽ ഒരു സന്തതി ജനിക്കുമെന്നൊക്കെ. 700 ചില്ലറ വർഷം കഴിഞ്ഞപ്പോൾ ജനിച്ചില്ലേ? ഇപ്പൊ 21-ാം നൂറ്റാണ്ടായിട്ടും യേശു വന്നില്ലല്ലോ. ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? ഹല്ലേലൂയ. ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു. മാനവകുലം ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, യേശു വരും. ബൈബിൾ പറയാണ്, എബ്രായർ 9:27 പറയാണ്, അവൻ വീണ്ടും വരും, പാപപരിഹാരം ചെയ്യാനല്ല വരുന്നേ. ഹലോ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഹലോ, ഇങ്ങോട്ട് നോക്കിക്കേ, ചെവി കൂർപ്പിച്ച് കേട്ടോണം. യേശു ഇനി വരാൻ പോകുന്നത്
എല്ലാ പാപികളെയും സാരമല്ല പോട്ടെ, മക്കളല്ലേ പോട്ടെ, സാരമല്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ വരുന്നതല്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ പാപത്തിന് പരിഹാരം ചെയ്ത് എല്ലാവരും ഒന്നോടെ ഒരുക്കി നല്ല കുമ്പസാരം നടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ല വരുന്നേ. അങ്ങനെ ആരെങ്കിലും ധരിച്ചിരിപ്പുണ്ടെങ്കിൽ അയ്യോ കഷ്ടം. പിന്നെ എന്തിനാണ് യേശു വരുന്നേ? അടുത്ത വചനം ഇങ്ങനെയാണ്, തന്നെ ആകാംക്ഷപൂർവം വേർപാടിലും വിശുദ്ധിയിലും നിത്യതയെക്കുറിച്ചുള്ള സുബോധത്തിലും എല്ലാ മണിക്കൂറുകളിലും നന്ദിയുള്ളവനായി പരിശുദ്ധ റൂഹായുടെ ചലനത്തിങ്കൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവനായി റോമ 8:14 പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിശുദ്ധ ജീവിതങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാനാണ് എൻ്റെ യേശു ഇനി ആഗതനാകുന്നത്. ഒന്ന് സ്തുതിച്ചേ. സാത്താന്റെ സകല മായകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അവന്റെ അധികാര ചങ്ങലകളെയും അവന്റെ അശുദ്ധ വിചാരങ്ങളെയും അവന്റെ അടിമത്തങ്ങളെയും അവന്റെ അശുദ്ധാത്മാവിന്റെ സ്വാധീനങ്ങളെയും വികലമായ വിശ്വാസ രീതികളെയും എല്ലാ കപടതകളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശാസിക്കുന്നു. തന്നെ ആകാംക്ഷപൂർവം ആരെങ്കിലും പ്രഭാതത്തിൽ കാത്തിരിക്കുന്നുണ്ടോ? ആരെങ്കിലും രാത്രിയുടെ യാമത്തിൽ കാത്തിരിക്കുന്നുണ്ടോ? ആരെങ്കിലും മധ്യാഹ്നത്തിൽ കാത്തിരിക്കുന്നുണ്ടോ? ആരെങ്കിലും സൂര്യാസ്തമയത്തിൽ കാത്തിരിക്കുന്നുണ്ടോ? അവരെ കൊണ്ടുപോകാൻ എന്റെ യേശു മടങ്ങി വരും. അമ്മ മറിയം അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയുന്നു, കരഞ്ഞു പറയുന്നു. എനിക്കറിയാവുന്ന പല സ്ഥലങ്ങളിൽ അമ്മ മാതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പുത്രന്റെ ആഗമനത്തിന് സ്വർഗം ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്കറിയാവുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു ഘടികാരം കണ്ടു. അമ്മ മാതാവിന്റെ ഈ ഹൃദയഭാഗത്തൊരു ഘടികാരം കണ്ടു. പരിശുദ്ധ അമ്മ അനേക സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ 2019 അമ്മ മാതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ നാളുകൾ മുതൽ ഇനി മുമ്പോട്ട് അനേക സ്ഥലങ്ങളിൽ അമ്മ മാതാവിന്റെ അത്ഭുത ഇടപെടലൂടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗം ഇടപെട്ടുകൊണ്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഒത്തിരി സ്ഥലങ്ങളിൽ അത് പുണ്യാക സ്ഥലമായി, തീർത്ഥാടന സ്ഥലമായി, അങ്ങനെയൊക്കെയായി മാറുന്നതായി എനിക്ക് വേദനയായി തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മ മാതാവ്, പരിശുദ്ധ അമ്മ പറയുന്ന പരിശുദ്ധ സഭയിലെ മക്കളും പരിശുദ്ധ സഭയിലല്ലാത്തവരും പരിശുദ്ധ സഭയിലേക്ക് ആകർഷിക്കപ്പെടാൻ 2 കൂട്ടം ആളുകളാണ് ഈ ഭൂമിയിലുള്ളത്. ഒന്ന് വിശുദ്ധർ, 2 വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ. സഭയിൽ 2 കൂട്ടം ആളുകളെ കുറിച്ചാണ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന് വിശുദ്ധർ, രണ്ടാമത്തേത് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. മാമോദീസയിലൂടെ, ഖുദാശയിലൂടെ നമ്മളെല്ലാം ഒരളവിൽ വിശുദ്ധര് തന്നെയാണ്. എന്നാൽ നമ്മളാരും അശുദ്ധരല്ല. എന്നാൽ ആരെങ്കിലും അശുദ്ധരായാൽ അവരവരിൽ തന്നെയാണ് അതിൻ്റെ കുറ്റം. തിരുസഭയ്ക്ക് അതിന് കുറ്റമില്ല. തിരുസഭ നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് ജന്മം നൽകിയത്, തിരുസഭയിൽ ജന്മം നൽകിയത് വിശുദ്ധരായിട്ട് തന്നെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ജാതികളെ സഭയിലേക്ക് വിശുദ്ധരായി ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത് സഭയ്ക്കകത്തുള്ള വിശുദ്ധരുടെ വേലയാണ്, പണിയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈശോ പറയുന്നു, നിങ്ങൾ ഇവ എങ്ങനെ ചേച്ചി വായിച്ചേ? അതുപോലെ ചേച്ചി വായിച്ചേ മത്തായി 24:31. അതുപോലെ വേഗം വായിക്കേ. അതുപോലെ ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ അതുപോലെ മൈക്കിലെ
അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ ഇത് എല്ലാം കാണുമ്പോൾ ഇത് ഒന്നര വായിച്ച ചേച്ചി, ഇതെല്ലാം കാണുമ്പോൾ ശ്രദ്ധിച്ച് നിർത്തി വായിച്ച്. അതുപോലെ വായിച്ച ചേച്ചി, വായിച്ച്. അതുപോലെ അതുപോലെ ഇതെല്ലാം ഇത് കാണുമ്പോൾ ഇത് അവൻ ഹലോ ഇതെല്ലാം ഇത് എല്ലാം ഹലോ ചിലത് കണ്ടാ പോരാ, നിങ്ങൾ എല്ലാം കാണാൻ തുടങ്ങണം. എന്നിട്ട് വായിച്ചേ. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവൻ ഇതെല്ലാം കാണുമ്പോൾ കണ്ടാൽ അറിയാവുന്നവൻ അറിയാം തന്റെ നാഥന്റെ ആഗമനം, തന്റെ നാഥന്റെ ചലനങ്ങൾ, തന്റെ നാഥന്റെ കാഹളധ്വനികൾ അറിയേണ്ടവൻ അറിയാം. സ്വർഗത്തിലെ സ്വർഗീയ സംവിധാനങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കള്ളസുവിശേഷമാണ്. അതെന്താ കാര്യം? പുള്ളി പറഞ്ഞു, ഇത് സ്വർഗീയ പിതാവിന് മാത്രമല്ലാതെ മറ്റാർക്കും അറിയില്ല ഈ ദിവസമൊന്ന്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തട്ടിപ്പാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഊവ, എന്തോരം വായിച്ചു, ഒരുപാടൊക്കെ വായിച്ചു, നന്നായിട്ട് അറിയാവോ? നന്നായിട്ട് അറിയാം. എന്നാലേ 1 കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാനത്തെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയാം എന്നൊരു പദം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനുഷ്യന്റെ അന്തരംഗങ്ങൾ മനുഷ്യന്റെ ആത്മാവ് അറിയുന്നത് പോലെ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു. ആ ദൈവാത്മാവ് ഞങ്ങളിലുണ്ട്. ആ ദൈവാത്മാവിന്റെ വെളിപാടുകളിലൂടെ ഞങ്ങൾക്കിതെല്ലാം ലഭിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സ് അറിയാം. ഹല്ലേലൂയ പറഞ്ഞേ, വായി തുറന്ന് പറ. ദൈവാത്മാവുള്ളവനോട് ദൈവത്തിന്റെ മനസ്സ് തുറന്നുകൊണ്ടിരിക്കും എല്ലാ കാലത്തും. പൂർവിക പ്രവാചകന്മാരുടെ കാലത്തും പുതിയ നിയമ അപ്പോസ്തലന്മാരുടെ കാലത്തും അന്ത്യകാലത്തിന്റെ ഈ കാലത്തും ദൈവം തന്റെ ആത്മാവുള്ളവരോട് തന്റെ ഹൃദയത്തിലെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. ചെറുതൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രതികരിക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവയെല്ലാം കാണുമ്പോൾ, ഇതെല്ലാം കാണുമ്പോൾ എന്താണ്? ഇതെല്ലാം കാണുമ്പോൾ മത്തായി 24:33 നിങ്ങൾ ഇവയെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത്. ഇതെല്ലാം കാണുമ്പോൾ എന്താണ് കാണുന്നതെന്ന് അടുത്ത വാക്കിൽ പറയാണ്. ഇതെല്ലാം കാണുമ്പോൾ വായിച്ചേ. അവൻ സമീപത്ത്, യേശു സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന്. ഇതെല്ലാം കാണുമ്പോൾ യേശു നമ്മുടെ എല്ലാം സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സുബോധമുള്ളവർക്ക്, ആത്മാവുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം കാണുമ്പോൾ. ഹലോ, യേശുവിന്റെ വരവിന് മുമ്പ് ചിലത് കണ്ടറിയാനുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിട്ട് പറ, കണ്ടറിയേണ്ടതുണ്ടെന്ന് പറ. കേട്ടിട്ടല്ല കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് മീഡിയയുടെ വളർച്ചയിൽ ഈ ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഇതെപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വഴിതെറ്റിക്കുന്ന വിശ്വാസത്തിന് തെറ്റുപറ്റുന്ന വഴിതെറ്റിക്കുന്ന ഉപദേശകരും ഉപദേശത്തിന്റെ ആത്മാവും അന്ത്യകാലത്ത് വെളിപ്പെടുമെന്ന 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനത്തിൽ 1 തെസ്സലോനിക്ക
തീമോത്തിയോസ് ആണ്. 1 തീമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് പരിശുദ്ധ റൂഹ എനിക്ക് വ്യക്തമാക്കി പറയുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഈശോയെ, ഇതെല്ലാം സംഭവിക്കുന്നതിന്റെ അടയാളം, ഈ കാലത്തിന്റെ അടയാളം പറഞ്ഞു തരാമോ? യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി ആർക്കാണ് വഴി വേണ്ടത്? ഹലോ, കോമൺ ആയിട്ട് പറഞ്ഞേ, വഴി ആർക്കുള്ളതാ? ആരാ വഴി ഉപയോഗിക്കുന്നു പറഞ്ഞേ? യാത്രക്കാരാണോ വീട്ടിലിരിക്കുന്നവരാണോ? യാത്രക്കാരാണ്. ശരിയാണോ? ഓക്കെ, ഒന്ന് ഉറച്ചു പറഞ്ഞ്, ആർക്കാ വഴി വേണ്ടേ? സഭ, തിരുസഭ യാത്രക്കാരാണ്. ഈ യാത്രക്കാരെയാണ് ഈ അന്ത്യകാലത്ത് കപടാത്മാക്കൾ വന്ന് കപടമായി പ്രവചിച്ചോ, പ്രബോധിപ്പിച്ചോ, പ്രഘോഷിച്ചോ വഴി തിരിച്ചുവിടുന്നു, വഴി മാറ്റിവിടുന്നു, ഗതി തിരിച്ചുവിടുന്നു. അങ്ങനെ ഒരു കാലം ഈ കാലത്ത് ഉണ്ടെങ്കിൽ ഓർത്തോണം, എൻ്റെ യേശു അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയോട്. നിങ്ങൾ വേണമെങ്കിൽ ബാക്കിയെല്ലാം കൂട്ടി നോക്കിക്കോണം. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെ, കലഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്ന് പറഞ്ഞു, ജനം ജനത്തിനെതിരായും ജനം മനുഷ്യനെതിരായും. അതിന് പറയുമുള്ളവരെ, മുമ്പൊന്നും ഇല്ലാത്ത വണ്ണമാണ് ഇപ്പോൾ ജാതി സ്പർദ്ധ. വടക്കേ ഇന്ത്യയില് പല രാജ്യങ്ങളില് ജാതികൾ അവരുടെ ഗോത്രത്തിന്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ ജാതികൾ ഭീകരമായി അങ്ങുമിങ്ങും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ട്രെയിനിൽ വെച്ച് ഒരു പാവപ്പെട്ട വികലാംഗനായൊരു മകന് ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് അവനൊരു ഇരിപ്പിടം കൊടുത്തു. അപ്പോ അവൻ എന്നെ കണ്ടപ്പോ ഞാൻ ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലത്തെ നല്ല പച്ച പോലത്തെ നല്ല കണ്ടാൽ അങ്ങനെ തോന്നുന്ന, ആ വിധത്തിൽ തോന്നുന്ന ഒരു മകനെ പോലെയാണ് അവന് എന്നെ തോന്നിയത്. അവന് ഞാൻ മുസ്ലിം ആണോ എന്ന് അറിയാനുള്ള വികാരം കൊണ്ട് അവൻ ചോദിച്ചു, പേരെന്നാ? ഇന്ന് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു സ്പർദ്ധ വെളിപ്പെട്ട് കഴിഞ്ഞു. മതത്തിന്റെ പേരിൽ ഞാൻ ഒരാളോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവവുമായിട്ട് അടിയുണ്ടാക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. നിന്റെ ദൈവമാണോ എൻ്റെ ദൈവമാണോ വലുത്? അവര് തമ്മിൽ അടിക്കട്ടെ. എടാ, എന്തിനാടാ ശൂലം വെച്ച് നീ എന്നെ കുത്തുന്നേ? എന്തിനാടാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നീ എന്നെ കൊല്ലുന്നേ? ഈശോ പറഞ്ഞു അവസാന നാളിൽ, യോഹന്നാൻ 16:3-2 ഈശോ പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന കാലം വരുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ കാര്യം അന്ന് നിങ്ങൾ ഓർത്തോണം. ഇന്ന് അനേക മുസ്ലിം തീവ്രവാദികൾ, നമ്മുടെ നാട്ടിലെ നല്ല മുസ്ലിങ്ങളല്ല, തീവ്രവാദികളായി മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ദൈവമക്കളെ കഴുത്തറുത്ത് കൊന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ 16:2 എൻ്റെ ഈശോ 2000 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്ന് ഞാൻ ഓർത്തു. കാര്യം, ഞാൻ ഇതെല്ലാം കണ്ട് ശ്രദ്ധയോട് നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ജനത്തിനെതിരായി അവനെ പോലെ തന്നെയുള്ള
മനുഷ്യന്റെ ശരീരമല്ലേ വേദനിക്കുന്ന ഒരുപോലെയല്ലേ? അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. തല്ലിക്കൊല്ലുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പോകാറുണ്ട്. അവിടെ എല്ലാം ദൈവമക്കളുടെ പീഡകൾ എനിക്കറിയാം. ഇതൊന്നും പബ്ലിക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു വേണ്ടി മനുഷ്യകുലത്തിൽ ആർക്കും സ്വരമുയർത്താൻ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇത് സ്വർഗത്തിന്റെ അപ്പന്റെ തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ്. നിങ്ങളെ അവർ കൊല്ലും 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 എന്ന യേശുവിന്റെ തീരുമാനം കൊല ചെയ്യപ്പെട്ടാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആരതിനു വേണ്ടി വിശുദ്ധരാക്കി വിളിക്കപ്പെട്ടോ അവർ കൊല ചെയ്യപ്പെടും. അതാണ് പരിശുദ്ധ സഭ. ഹല്ലേലൂയ. അവൻ തുടർന്ന് ജനത്തിനെതിരായി രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം കേട്ടോ. അടുത്ത് പറയാണ് പകർച്ചവ്യാധികളും ഉണ്ടാകും. അടുത്ത് പറയാണ് ഭീകര സംഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ കുറെ റീയടിച്ചുവിടെയാണ്. അതിന്റെ 17-ാം തിരുവചനം, എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദോഷിക്കും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരെയും ദ്വേഷിക്കും, ശത്രുവായി കാണും. നിങ്ങൾ ആരുടെയും മോഷ്ടിച്ചിട്ടല്ല, സത്യസുവിശേഷം പറയുന്നതിൻ്റെ പേരിൽ. ലോകത്തിൽ ഇന്ന് വരെ സുവിശേഷത്തിൽ വിശ്വസിക്കടാ എന്ന് പറഞ്ഞ് ഒരു സുവിശേഷകനും ഒരാളുടെയും ഒരു വിജാതിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി മാനസാന്തരപ്പെടുക, ക്രിസ്ത്യാനി ആവടാന്ന് പറഞ്ഞ ചരിത്രമില്ല. കാരണം ഇത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആക്കാൻ പറ്റുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധരായി തീരുന്ന വിളിയാണ് ക്രിസ്തീയ വിളി. നിങ്ങൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ 20-ാം തിരുവചനം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഞാനീ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നുവെങ്കിൽ, മനസ്സിലാകുന്നെങ്കിൽ, ഞാനിപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാം. നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരും. ഞാനീ പറയുന്നത് എന്തോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, അയ്യോ അപ്പോസ്തലൻ പറയാണ് 2 കൊരിന്ത്യസ് അതിന് 4:4 പറയാണ്, ഞങ്ങൾ പറയുന്ന സുവിശേഷം നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരവസ്ഥയായി ഭാരമായോ കഠിനമായോ തോന്നുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഈ ലോകത്തിന്റെ ദേവൻ നിങ്ങൾ ബന്ധിച്ചത് കൊണ്ടാണ്. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ ബൈബിളിലെ അവസാന പ്രവചനങ്ങൾ, അവസാന ചുരുളുകൾ ഈ കാലത്ത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, നിങ്ങളോട് ഈ 24 വാർത്തയിൽ, ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരുപാട് വാർത്താ ചാനലുകളുണ്ടല്ലോ, അവിടെയെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇസ്രായേലിന് ചുറ്റും യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞെന്ന്. ഇത് എൻ്റെ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണെന്നാ എൻ്റെ ഈശോ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. 25-ാം തിരുവചനം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെ ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. ഈ നാളിൽ കടലാക്രമണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൂര്യനിൽ നിങ്ങൾ നെറ്റിൽ വെബ്സൈറ്റിൽ നാസയുടെ വെബ്സൈറ്റിൽ കയറി ആരെങ്കിലും ഇച്ചിരി വിവരമൊക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അപ്പനോട് അമ്മയോടൊക്കെ പറയണം, സൂര്യനിൽ എന്തെങ്കിലും അടയാളമുണ്ടോ, നക്ഷത്ര ഗോളങ്ങളിൽ എന്തെങ്കിലും അടയാളം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് സ്ഥിരീകരിക്കണം. എനിക്ക് പറയാൻ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും, മരിച്ചവരെ പോലെ ആകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും. ഒരു സന്തോഷ വാർത്ത ഈ അടുത്ത കാലത്ത് ഒരു നാസ ഗ്രൂപ്പ് പറഞ്ഞു, നമ്മുടെ ഒരു ഗ്രഹം, പണ്ടുണ്ടായിരുന്ന ഒരു ഗ്രഹം ഇപ്പം കാണുന്നില്ലെന്ന്. ആ പുള്ളി അങ്ങോട്ട് പോയി. വേറൊരിക്കൽ അവർ പറയുകയാണേ, ഒരു ഗ്രഹം ഭൂമിക്ക് നേരെ വരുന്നുണ്ടെന്ന്. നിങ്ങൾ വേണേ വിശ്വസിച്ചാൽ മതി, ഇല്ലേ തള്ളിക്കളഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ വിശ്വസിച്ചാലില്ല എനിക്ക് പറയാൻ ആഗ്രഹം. തുടർമാന ശുശ്രൂഷകളായതുകൊണ്ട് എൻ്റെ ഒച്ച അടഞ്ഞിരിക്കുകയാണ്, ഉള്ളതുകൊണ്ട് പറയാം. 27-ാം തിരുവചനം, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും, അവർ കാണും. 2000 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ നിങ്ങളെന്ന് യേശു പറഞ്ഞില്ല, അവർ. അങ്ങനെയാണോ ചേച്ചി എഴുതിയിരിക്കുന്നത് ബൈബിളിൽ? അങ്ങനെയാണോ? അവർ എന്നാണോ എഴുതിയേക്കുന്നത്? ചേച്ചി നിങ്ങളുടെ കൂടെ ഉണ്ടോ? നോക്കിക്ക, അങ്ങനെയാണോ നോക്കി? ആണോ? ആണെങ്കിൽ ഇത് വായിക്കേ. ഓക്കെ, അതിന്റെ 27-ാം തിരുവചനം, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും എന്ന് യേശുവിന് അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. യേശു പറഞ്ഞ അങ്ങനെയല്ല. നിങ്ങളൊന്ന് പ്രതികരിച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കൈവീശി കാണിച്ചേ. വെറുതെ തൊണ്ട പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നത് എന്നെ ചേച്ചി പറഞ്ഞേ? 27, ലൂക്ക 21:27. ഓക്കെ, അവർ യേശുവിനെ ന്യായമായിട്ടും കൂടെ മുൻപിൽ നിൽക്കുന്നവരോട് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ കാണും, നിങ്ങൾ കാണും. പക്ഷെ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, അവര് കാണും. ഇവിടെയൊന്നും ഇല്ല. അവര് യുഗാന്ത്യത്തിൽ, കാലത്തിന്റെ അന്ത്യത്തിൽ ജനിക്കാനിരിക്കുന്ന വിശുദ്ധരാ. അവരത് കാണും, അവരത് കാണും, അവരത് കാണും. ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശുവേ, ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കുള്ളവരെ വേർതിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. 28-ാം തിരുവചനം, ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി, മീൻസ് തല ഉയർത്തി, ഹലോ, ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തിന്റെ മക്കൾ തല ഉയർത്തി പിടിക്കണം. എന്താ ഉയർത്തി നോക്കണേ? എന്തിനാ? കാഹളനാദം കേൾക്കാറായി കാന്തനെ പോകാമോ, പ്രതിഫല ഇച്ഛകളില്ലാതെ കൂടാരം തന്നെ. ഹല്ലേലൂയ. മണവാട്ടി തിരുസഭയെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ സ്വരം? ശിരസുയർത്തി നോക്കിക്കൊള്ളണം. ഈ കാലത്തിൽ മാതാപിതാക്കളുടെ വേദനയാണ്, എൻ്റെ മക്കള് ഗുണമില്ല, ചൂവില്ല, നേരെയല്ല. എന്റെ പ്രിയമുള്ളവർ, ഇത് കാലത്തിന്റെ അന്ത്യമാണ്. ഇതുങ്ങൾ അങ്ങനെ ആവുള്ളൂ എന്ന അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ലേഖനം, അതിന്റെ 2 തീമോത്തിയോസ് 3 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ വായിച്ചു നോക്കണം. അനുസരണയില്ലാത്തവർ, നന്ദിയില്ലാത്തവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ആ നാളുകളിൽ ജനിക്കും. ഇന്ന് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലാതെ ഒട്ടുമുക്കാലും യുവതി യുവാക്കന്മാർക്ക് ദൈവം വേണ്ട, അങ്ങനെയൊന്നും ഇല്ല, അത് നുണയാണെന്നാ പറയുന്നേ. ഹല്ലേലൂയ. എന്റെ കൺമുമ്പിൽ നോക്കുമ്പോൾ
ഏകദേശം 40 മുകളിൽ പ്രായമുള്ളവരെ ഞാൻ ഈ വേദിയിൽ കാണുന്നുള്ളൂ. എന്താ അതിന് താഴോട്ടുള്ളവരില്ലേ? അവർക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. ഇതല്ല കാലത്തിന്റെ അന്ത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 31 തിരുവചനം. അതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ആരോടാ പറഞ്ഞെന്നറിയാവോ? അന്ന് യേശുവിന് ചുറ്റും കൂടിയവരോടല്ല പറഞ്ഞേ. അവർ എന്ന് പറഞ്ഞ നിങ്ങളോടും എന്നോടുമാണ് ഈശോ 2000 ചില്ലറ വർഷം മുമ്പ് പറഞ്ഞത്. ഇതെല്ലാം കാണുമ്പോൾ ദൈവരാജ്യം യേശു വരുമ്പോഴേ ഇവിടെ ധ്യാനമന്ദിരങ്ങളും ധ്യാനങ്ങളും ആത്മീയ പ്രവർത്തികളും ശുശ്രൂഷകളും പാട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കേൾക്കാവോ? കേൾക്കാല്ലേ? ഓക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, യേശു വരുമ്പോഴും ഇവിടെ ആളുകൾ യേശുവേ എന്നൊക്കെ വിളിക്കും. പക്ഷേ തൻ്റെ പരിശുദ്ധാത്മാവുള്ളവർ, പരിശുദ്ധാത്മാവിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് കാന്തന്റെ ആഗമനത്തിന്റെ ചലനം അറിയാൻ പറ്റും. അവർ ആകർഷിക്കപ്പെടും. കാന്തം ഇരുമ്പിനോടെന്നതുപോലെ, ഇരുമ്പ് കാന്തത്തിനോടെന്നതുപോലെ ആത്മാവിൽ ആകർഷിക്കപ്പെട്ട് എടുക്കപ്പെടും. ഹല്ലേലൂയ. ഈശോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അനേകർ എൻ്റെ അടുക്കൽ വരാൻ വേണ്ടി പരിശ്രമിക്കും. ആരാ പരിശ്രമിക്കുന്നേ? ദൈവമക്കളായ നമ്മളാ. എന്നിട്ട് ഈശോ പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലർ മാത്രം പരിശ്രമിക്കുന്നു, ഒത്തിരി പേർ. അതിനകത്ത് ചിലര് മാത്രം നിത്യതയിൽ കടക്കും എന്ന് ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണേ. അവിടെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യപുത്രന്റെ ആഗമനത്തിങ്കൽ ലോകം വിലപിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാം മനുഷ്യ അയ്യോ എൻ്റെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയും എന്ന് ഈശോ പറയാ. ഞാനിന്നിങ്ങനെ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, എന്തിനാ ലോകം ഇത്രമാത്രം അലറി കരയണേ? എന്താ കാര്യം എന്നറിയാവോ? കൈവിടപ്പെട്ടു പോയവരുടെ കൂട്ടമാണ് ഈ കരച്ചിലുണ്ടാക്കുന്നത്. കൈവിടപ്പെട്ട കൂട്ടമാണ് ഈ കരയുന്നത്. ഞാനിങ്ങനെയൊന്നല്ല പറയാ, യേശു വരുമ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് ആത്മീയർ എന്നൊക്കെ പറയുന്നവരും, പ്രാർത്ഥിക്കുന്നെന്ന് പറയുന്നവരും, ദേവാലയങ്ങളിൽ പോകുന്നവരും, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരും, അങ്ങനെ ഒരുപാട് 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 ആളുകൾ കരയും. അന്നൊത്തിരി ബ്രദർമാരും ബ്രദറിമാരും ഒക്കെ കരയും. ഞാൻ ഏറ്റവും കൂടുതൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു വിഷയത്തിനാണ്, അതെൻ്റെ മരണത്തിന് വേണ്ടിയാണ്. എല്ലാ ദിവസവും ഇന്നും കർത്താവെ, ഞാൻ മരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഏതെങ്കിലും പാപത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ ഈശോയെ, അങ്ങയുടെ മഹാകരുണയാൽ എൻ്റെ ആത്മാവിനെ ദൂതന്മാരുടെ അകമ്പടിയോടെ കൊണ്ടുപോണേ. ഇന്ന് ഉച്ചകഴിഞ്ഞ് ധ്യാനമുണ്ട്, ശുശ്രൂഷകർക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നടക്കുന്നു. നാളെയുണ്ട്, ഇന്നലെയുണ്ടായിരുന്നു. തൊണ്ട പൊട്ടുന്നുണ്ട്, സാരമില്ല, എന്നെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഒരുങ്ങിക്കോണം പ്രിയമുള്ളവരെ. എൻ്റെ മകൻ, മൂത്ത മകൻ, അവൻ ലോകത്തിൽ വലിയ പാട്ടും പരിപാടിയും സിനിമയും പരിപാടി എന്തൊക്കെയായിട്ട് അങ്ങനെ ഓടുകയാണ്.
അവനോട് ഞാൻ പറഞ്ഞു, ജോഷുവ, നീ ലോകത്തിൽ വലിയവനാകാം, പക്ഷേ മറന്നു പോകരുത്, യേശു വരും. അവൻ എന്നോട് തർക്കിച്ചു, യേശു വരും എന്നുള്ള തെളിവുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ അപ്പൻ ലോക ഫ്രോഡായിട്ട് നടന്ന നിന്റെ അപ്പൻ മാനസാന്തരപ്പെട്ടതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ തെളിവ്. ഞാൻ പ്രവചിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഞാൻ പ്രവചനാത്മാവിൽ രോഗികളെ ദൂത് പറഞ്ഞ് സൗഖ്യം കർത്താവാക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഇതൊന്നുമല്ല ഞാൻ പറയുന്ന തെളിവ് എന്റെ മാനസാന്തരമാണ്. ഹല്ലേലൂയ. അവനോട് ഞാൻ പറഞ്ഞു, മോനെ, പത്രോസ് ഒരു ലേഖനം എഴുതി, 2 പ്രാവശ്യം എഴുതി. 2ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോ അതിന്റെ 2 പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ, എൻ്റെ മോനെ, അവിടെ കുറച്ച് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മോനൊന്ന് വായിക്കണം. അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ വായിച്ചതാ. അങ്ങനെ ഞാൻ അവന് വായിച്ചു കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, ഒന്ന് കേട്ടോണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന 2ാമത്തെ ലേഖനമാണല്ലോ ഇത്. ഈ 2 ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ്. വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കണം, ഓർത്തുകൊള്ളണം. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ. ദൈവത്തിന്റെ വചനത്താൽ ആകാശം തന്നെ അങ്ങനെയൊന്നും വായിച്ച പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്താൽ ഉറപ്പിക്കപ്പെട്ടുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുക്കൾ അവർ മറന്നുപോയി. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെയും നാശത്തിന്റെയും ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. ഞാനൊരിക്കലേ ഒരു ശുശ്രൂഷ വേദിയിൽ, കർത്താവേ, എന്നെ എന്തിനാ ഇങ്ങനെ തൊണ്ടവട്ടി സംസാരിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, മോനെ, ഞാൻ നിന്റെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ നീ എൻ്റെ സ്വരം കേൾക്കും. അത് നിനക്ക് ലക്ഷീബറാവുതറ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം അങ്ങനെ ഒരു ശബ്ദമാണ്. ദൈവത്തിനുള്ളവർക്ക് തീഷ്ണത ഉണ്ടാകണം. ഇത് ഒരു അവതരണ വേദിയല്ല. ഇത് ഞാൻ തെരുവിലോ നിലത്ത് കടന്നോ ഈ ലോകത്തിന്റെ ഏത് പാപക്കുഴിയിൽ ഇറങ്ങി ചെന്നോ എന്റെ യേശുവിനെ കുറിച്ച് ഈ വിധത്തിൽ പറയാൻ എന്നെ ദൈവം അഭിഷേകം ചെയ്തതാണ്. ഹല്ലേലൂയ. സ്വർഗം കണ്ടവർ ഈ ഭൂമിയിലുണ്ട്. സ്വർഗത്തെ കുറിച്ച് അറിഞ്ഞവർ, ബൈബിളിൽ വായിച്ചു കേട്ടവർ ഈ ഭൂമിയിലുണ്ട്. സ്വർഗം കണ്ടവർക്ക് ബൈബിൾ വായിച്ചു കേട്ടതുപോലെ പഠിപ്പിക്കാൻ പറ്റില്ല. സ്വർഗം കണ്ടവർക്ക് സ്വർഗത്തിലെ സ്വരം പോലെ പറയാൻ പറ്റുള്ളൂ. അത് വ്യത്യസ്തതയുള്ളതാണ്. ഈ പറയപ്പെടുന്നത് പോലെ ഒന്നുമല്ല സ്വർഗത്തിൽ. സ്വർഗത്തിൽ വേറൊരു നിലയില. ഈശോയെ, അവിടെ പെർഫോമർ വേണ്ട, അവിടെ ദാസന്മാര് മതി. ശ്രദ്ധിച്ചു കേട്ടോ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്.
കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. എന്താണ് കർത്താവിന്റെ വാഗ്ദാനം? എന്താണ് കർത്താവിന്റെ വാഗ്ദാനം? പരിശുദ്ധാത്മാവാണോ? കർത്താവിന്റെ വാഗ്ദത്ത വചനം, അവൻ മടങ്ങി വരും. ഈശോയുടെ അവസാന വാക്ക് അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുപോയി യേശു ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് യേശു പറഞ്ഞു, ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞു. ഇതാ അവര് യേശു ഇങ്ങനെ പോകുമ്പോൾ കണ്ടപ്പോ കരയാൻ തുടങ്ങി. 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു അപ്പോസ്തലന്മാരുടെ മുമ്പിൽ. ആ ദൂതന്മാര് പറഞ്ഞു, കരയണ്ട, അവൻ പോയതുപോലെ മടങ്ങി വരും. കർത്താവിന്റെ ദിനം, കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ, വരാൻ താമസിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ അതെന്തൊരു പദപ്രയോഗ. കള്ളനെ പോലെ വരുമെന്ന്. കള്ളൻ വരുന്ന ആർക്കെങ്കിലും അറിയാവോ? അറിയാം. കള്ളം വരുന്നത് കാവൽക്കാരന് അറിയാം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കള്ളൻ വരുന്നത് കാത്തിരിക്കുന്നവൻ അറിയാം. ഹല്ലേലൂയ. കള്ളം വരുന്നത് കാത്തിരിക്കുന്നവൻ അറിയാം. നിങ്ങളിൽ ആരെങ്കിലും കാത്തിരിക്കുന്നുവെങ്കിൽ അവന്റെ ചലനങ്ങൾ നീ അറിയും. എന്താ പ്രതികരിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടും അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ, ഈ ഭൂമിയുടെ സകല മൂലപദാർത്ഥങ്ങളും എരിഞ്ഞ് ചാമ്പലാകും. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ സംഭവം ഈശോ പറയുമ്പോഴേ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഈശോ ഈ സംഭവം പറയുമ്പോഴേ ഈശോ അടിയിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കുകയാണ്, ആകാശം കടന്നു പോയാലും ഞാൻ പറഞ്ഞതിന് ഒരിക്കലും മാറ്റം വരികയില്ല. അപ്പോസ്തലൻ പറയാ, ഇതാ ഭൂമിയും ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ, ഭൂമിയുടെ മൂലപദാർത്ഥങ്ങൾ ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. അധികം താമസിക്കാതെ എന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ടിവിയിൽ കുറച്ച് ലൈവായിട്ട് ഇത് കാണാം. അവിടെ ചിലത് കത്താൻ തുടങ്ങിയെന്നൊക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. കാലം അതിൻ്റെ സമയത്തെല്ലാം തെളിയിക്കട്ടെ. ബോധ്യമുള്ളവരും നീതിമാന്മാരും വിശുദ്ധരെല്ലാം കാത്തു സൂക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അതിലുള്ള സമസ്തവും കത്തി നശിക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്, ബാക്കിയൊന്നും എനിക്ക് പറഞ്ഞുകൂടാ. ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു അണുബോംബ് അവർ ഉപയോഗിച്ചാൽ, ഒരു രാജ്യമാണ്, നമ്മുടെ രാജ്യമല്ല, ഉപയോഗിച്ചാൽ ലോകം 4 പ്രാവശ്യം കത്തി ചാമ്പലാകും. എത്രേ? ആകാശം, അടുത്ത 11-ാം തിരുവചനം, ഇവയെല്ലാം നശ്വരമാകിയാൽ നിന്റെ വീടും കാറും ലോറിയും വണ്ടിയും സാധ്യതകളും ബിസിനസ്സും ജോലിയും മക്കളും വീടും നിനക്കുള്ളതെല്ലാം നശ്വരമാണ്, താൽക്കാലികമാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ ആങ്ങളയോട്
ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, മോനെ 26 വർഷം മുമ്പ് മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാ, മോനെ യേശു വരും, മാനസാന്തരപ്പെടണം, വചനം സ്വീകരിക്കണം, ധ്യാനം കൂടണം. ആട്ടെ സമയമായില്ലെന്ന് അവൻ എപ്പോഴും പറയും. അവൻ നല്ല യുവ കോമളനാ, നല്ല ഹൈറ്റ് വെയിറ്റ് തൊടുത്തിരിക്കുന്നവനാ, നല്ല ഒരു ഹിന്ദി സിനിമ നടന്റെ സ്റ്റൈലില്ല. ഒരുപക്ഷെ ഇത് എപ്പോഴെങ്കിലും യൂട്യൂബിലൂടെ പോയി അവന്റെ വീട്ടുകാർ കേൾക്കുന്നുണ്ടാകും. ഇതൊരു സത്യമാ. എന്റെ പ്രിയമുള്ളവരെ, അവൻ നല്ലൊരു ജോലിക്കാരനാ, അവന്റെ ഭാര്യ നല്ല ജോലിയുള്ളവളാ. ഇതാ വേഗത്തിൽ അവനൊരു മരണം ആസന്നമാകുന്നു. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, അവന് മരണമാണ്. ഞാൻ അവനോട് പുഞ്ചിരിയോട് പറഞ്ഞു, മോനെ നിനക്ക് മരണമാണ്. നീ കർത്താവിൽ ആശ്രയിച്ച് മാനസാന്തരപ്പെട്ട് വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ ഒരുപക്ഷെ നിന്റെയോട് ദൈവം കരുണ കാണിച്ച് സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ലഭിക്കും. അവൻ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ തിങ്കളാഴ്ച മരിച്ചു. അവന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഒപ്പീനല്ല എനിക്ക് ആവശ്യം, ഡോക്ടേഴ്സിന്റെ ഒപ്പീനാണെന്ന് പറഞ്ഞു. അവസാന മണിക്കൂർ വരെ അവർ വിചാരിച്ചു ഇവൻ ജീവിതത്തിലേക്ക് വരുമെന്ന്. 42 വയസ്സേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ആ കുഞ്ഞിനെ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവന്റെ പെങ്ങളെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ നല്ല ചെറുപ്പക്കാരൻ, അവൻ ജിമ്മിൽ എന്തോ ആളായിരുന്നു ആ കാലത്ത്. എന്റെ പ്രിയമുള്ളവരെ, അവൻ മരിക്കാൻ നേരത്ത് അവന്റെ ചെവിയിൽ അരമണിക്കൂർ മുമ്പ് ഞാൻ മന്ത്രിച്ചു, മകനെ ഷിജോയ്, നീ ഈ ലോകം വിട്ട് പോവുകയാണ്, ഭയപ്പെടരുത്, കരയരുത്, നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്, നിനക്ക് ദൈവപിതാവിന്റെ കരുണയിലൂടെ അവകാശം ലഭിച്ചിരിക്കുന്നു, നീ പോയിക്കൊള്ളുക, സമാധാനത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണിന്റെ 2 സൈഡിലൂടെ ഇങ്ങനെ ധാരധാരയായി കണ്ണീരൊഴുകി. അവന്റെ വീട്ടുകാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ അല്പം കൂടി സ്വരം ഉയർത്തി പറഞ്ഞു, ഷിജോയ്, നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിന് ദൂതന്മാർ നിന്നെ കൊണ്ടുപോവുകയാണ്. അടുത്ത നിമിഷങ്ങൾക്കകം ഷിജോ മരിച്ചു. എന്റെ മക്കളെ 3 പേരോട് ഞാൻ 2 പേർ അവർ സ്ഥലത്തില്ലായിരുന്നു, വളരെ ദൂരത്തിലായിരുന്നു. അവരോട് അന്ന് ഞാൻ ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വെളിപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അങ്കിളിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ, കിട്ടുന്ന വണ്ടിക്ക് ട്രെയിനോ ഫ്ലൈറ്റിനോ എങ്ങനെയാന്ന് വെച്ചാൽ വേഗത്തിലെത്തിക്കോ, ഇന്ന് രാത്രി നിന്റെ അങ്കിൾ മരിക്കും, മാത്രമല്ല മനുഷ്യൻ മരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കണ്ടു. ഈ ലോകം നശ്വരമാണ്. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അടുത്ത വചനം കേട്ടോണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തിരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ദുരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഈ കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെക്കുക ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 21:34 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ.
എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് വീഴും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. 34-ാം തിരുവചനം ഒരിക്കൽ കൂടി ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത വിളിച്ചു പറയുന്നതാണ്. മനുഷ്യൻ സുഖലോലപതയിലാണ്. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, അവൾ വിമാനത്തിൽ ജോലി ചെയ്യുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടിലാണ് അവൾ താമസിക്കുന്നത്. അവിടെയുള്ള പെൺകുട്ടികളെല്ലാം പൈലറ്റുമാരുടെ കൂടെ വ്യഭിചരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ട്, ഈ വചനം അറിയാവുന്നത് കൊണ്ട് ആ പെൺകുട്ടി അതിനോടെല്ലാം നോ പറഞ്ഞു നിൽക്കുക. സുഖിക്കുക, തിന്നുക, കുടിക്കുക. ഇന്ന് ഏത് പെരുന്നാളിനും, ഏത് തിരുനാളിനും, ഏത് മാമോദിസയ്ക്കും, ഏത് കല്യാണത്തിനും, എല്ലാ കൂടിവരവിനും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഒരിക്കലും പിശാചിന്റെ സുവിശേഷകൻ എന്നോട് പറഞ്ഞു, താൻ ബാധി ദൈവം ബാധി എന്ന്. ഇപ്പൊ കിട്ടിയ തിന്നോണം, നരകം വന്ന നരകം വരട്ടെ, സ്വർഗം വന്ന സ്വർഗം വരട്ടെ. അതൊക്കെ ഉണ്ടോന്ന് ആര് കണ്ടു? ഹല്ലേലൂയ. സുഖിക്കുക, മതിക്കുക. ഈ സ്ഥലം തൃശ്ശൂർ അടുത്തല്ലേ? ഇന്നലെ തൃശ്ശൂർ ടൗണിൽ ഒരു സ്ഥലത്തൊരു ശുശ്രൂഷ കഴിഞ്ഞ്, തൃശ്ശൂർ ജില്ലയിൽ തന്നെയായിരുന്നു സ്ഥലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ടൗണിലേക്ക് വരുമ്പോൾ, ഒരു സായാഹ്നമായി ആ സമയത്ത് നടന്നു പോകുമ്പോൾ ഒരു കത്തോലിക്കത്തി പെൺകുട്ടി, അവളുടെ അമ്മ കൂടെയുണ്ട്, അമ്മയുടെ കഴുത്തിൽ കൊന്തയുണ്ട്. അമ്മയുടെ മകള് ഒരപ്പാവാടിയിട്ട് ഒരു മുക്കാഭാഗം കാണാൻ പുറത്തെ ശരീരം, അങ്ങനെ ടിസ്റ്റടിച്ച് നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ വിലാപം വന്നു. സുഖലോലപതയുടെ കാലം മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. ഹല്ലേലൂയ. ഈശോ പറയുന്ന ഒരു വാക്ക് കേട്ടോണേ. ഹല്ലേലൂയ. സുഖലോലപത, മദ്യാസക്തി. ഞാനൊരിക്കൽ നേപ്പാളിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുക, റൂമിലേക്ക് പോകുക. അപ്പൊ അവിടെയൊക്കെ ബാറ് എന്നൊക്കെ പറയുന്നത് നമ്മളെ പെട്ടിക്കട പോലെയാണ്. അവിടെ ഒരു പെൺകുട്ടി കണ്ടറിയാം അവൾ നമ്മുടെ നാട്ടുകാരിയാണെന്ന്. അവൾ ഇടിച്ചു കയറി ഓടിച്ചെന്ന് ഒരു ഫുൾ ബോട്ടിൽ മേടിച്ചുകൊണ്ട് പോവുക. വേറൊരു സ്ഥലത്ത് വെച്ച് അടിച്ച് നല്ല 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 ചൂടാ നമ്മുടെ നാട്ടുകാരി ഒരു പെൺകുട്ടിക്ക്. ഇന്ന് സ്ത്രീകൾ, എനിക്കറിയാവുന്ന ഒരു ടീച്ചർ പറയാ, ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ഞങ്ങൾ ടൂർ പോകുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ കഴിക്കുന്നു. ഓക്കെ. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. എന്നാ ഓട്ടം എന്നറിയാവോ? സമയമില്ല ബ്രദറെ, മക്കളൊന്നും പള്ളി വരാൻ സമയമില്ല ബ്രദറെ. ധ്യാനോ? ഓ സമയമില്ലെന്നേ, മക്കളെല്ലാം തിരക്കാ. എവിടം വരെ ഓടും? ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, UK-യിൽ ഇപ്പൊ പഴയ സ്കോപ്പില്ല, അമേരിക്കക്ക് കുഞ്ഞുങ്ങൾ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രവചിക്കാവോ? അതൊക്കെ ആ പ്രവചനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി അമ്മച്ചി. എന്തിനാ അമ്മച്ചിന്റെ മക്കള് അമേരിക്ക തന്നെ പോകണമെന്ന് നിർബന്ധം? അവിടെ ഇച്ചിരി ഡോളർ കൂടുതൽ കിട്ടും. അമ്മച്ചി ഇതൊക്കെ പെട്ടി പെറുക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാ എൻ്റെ ബ്രദറെ? ജീവിക്കാൻ പണം വേണ്ട. അമ്മച്ചിയോടെ ഇങ്ങനെ ഒരു താളത്തിൽ ചോദിച്ചു, പണമോ? ഉവ്വ. എന്തിനാ അമ്മച്ചി? ജീവിക്കണ്ടേ?
എന്നിട്ട് ഞാൻ താളത്തിൽ ചോദിക്കുകയാണ്, എന്നിട്ടോ? അമ്മച്ചി പറഞ്ഞു, ഈ ഭൂമിയിലെ ജീവിതമല്ലേ, എന്നിട്ടോ 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 എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി. അവസാനം എങ്ങനെയാ അമ്മച്ചി, എങ്ങനെയൊക്കെ ഈ മക്കളുടെയൊക്കെ സ്ഥിതി എന്ന് ചോദിച്ചോ പറഞ്ഞു, അതിപ്പോ പറയാൻ പറ്റുമോ? ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അമ്മച്ചി, നരകമാണ് അവരുടെ അവസാനം വരാതിരിക്കാൻ ഈ സുഖലോലപതയിൽ നിന്ന് ഓടി വന്ന് യേശുവിൽ രക്ഷപ്പെട്ട് നിത്യതയ്ക്ക് യോഗ്യരായി ഉള്ളതിന് നന്ദി പറഞ്ഞ് ദൈവം അയക്കുന്നെങ്കിൽ അമേരിക്കക്കോ, ദൈവം അയക്കുന്നെങ്കിൽ ബിസിനസിന്റെ ഉയർച്ചയ്ക്കോ, ദൈവമാക്കുന്നെങ്കിൽ എല്ലാം അനുഭവിക്കുക എന്ന് പറഞ്ഞ് വ്യഗ്രത കാണിക്കല്ലേ. കർത്താവിന്റെ സമയത്ത് കർത്താവിന്റെ കൂടെ നിൽക്കണം. കർത്താവ് ഒരുക്കുന്ന വഴിയിൽ കർത്താവിന്റെ കൂടെ നടക്കണം. കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം എന്റെ രാജ്യം, എന്റെ നീതി അന്വേഷിച്ചാൽ നിങ്ങൾക്കെല്ലാം നൽകപ്പെടും. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ്. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ കുടുങ്ങി ജീവിത വ്യഗ്രത. ഈ സങ്കീർത്തനം 127:2 ഒരു വചനമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, വളരെ പ്രഭാതത്തിൽ നന്നേ രാവിലെ എഴുന്നേറ്റ് അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിക്കുന്നത്, ആ അധ്വാനം വെറുതെ എത്രേ. കണ്ടോ, ചിലരെ പള്ളിയിൽ പോകില്ല, ഞായറാഴ്ച പോലെ പോകില്ല, ഒരു കൂട്ടായ്മയില്ല, ഒരു ശുശ്രൂഷയില്ല, ഓട്ടവാ. എന്തിനു വേണ്ടിയാ? അവൻ അറിയുന്നില്ല, അവൻ ഈ കാലത്ത് ഈ ലോകത്തിൽ താൽക്കാലികമാണെന്ന് അവൻ അറിയുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 127:2 പറയാണ്, സങ്കീർത്തനം 127:2 പറയാ, അതിരാവിലെ എഴുന്നേൽക്കുന്നതും നന്നേ വൈകി കിടക്കാൻ പോകുന്നതും വളരെ കഷ്ടം സഹിച്ച് പ്രയത്നിക്കുന്നതും വെറുതെ എത്രേ. എന്നിട്ട് ദൈവം പറയാണ്, എന്നാൽ തന്റെ പ്രിയനോ, തന്റെ പ്രിയപ്പെട്ടവർക്കോ അവരുറങ്ങുമ്പോൾ വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നു. കണ്ടോ, ഒന്നാമത് കർത്താവിന്റെ കൂടെ നിന്നാ മതി, എന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ബാക്കി കർത്താവ് നോക്കും. ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തിൽ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും ഇരട്ടിക്കിരട്ടിലാവാ, ഒരു ദാരിദ്ര്യം അതിലുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ബെഡിൽ കൊണ്ടുപോയി പണം ഇട്ട് കൊടുത്ത് മക്കളെ കൊണ്ട് എണ്ണിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ദരിദ്രനാണ്. പക്ഷെ ഞാൻ ഇന്ന് സമൃദ്ധിയുടെ അഭിഷേകത്തിൽ എല്ലാ നന്മകളും അനുഭവിച്ച് കർത്താവിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഞാനിന്ന് എനിക്ക് വേണ്ടി അധ്വാനിക്കാറില്ല. ഞാനിന്ന് എൻ്റെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം കൂട്ടിച്ചേർക്കുന്നു.